നമുക്കൊരു ചെറിയ ഗ്രാമത്തിലേക്ക് പോകാം അല്ലേ? ആ ഗ്രാമത്തിന്റെ പേര് ബെത്ലഹേം. അവിടെ ഒരു ചെറിയ വീട്ടിൽ മേരി എന്നൊരമ്മയും അവളുടെ 6 വയസ്സുള്ള മകൾ അന്നയും താമസിക്കുന്നു. മേരി ഒരു വിധവയാണ്. ഭർത്താവ് മരിച്ച ശേഷം അവർ 2 പേർ മാത്രമാണ് ഈ വീട്ടിൽ. മേരിക്ക് വലിയ പഠിപ്പൊന്നുമില്ല. പക്ഷേ അവൾക്കൊരാഗ്രഹമുണ്ട്. അവളുടെ മകൾ അന്ന ബൈബിൾ നല്ലപോലെ പഠിക്കണം, ദൈവത്തിന്റെ വചനം മനസ്സിൽ കൊണ്ടു നടക്കണം. ബെത്ലഹേം ഗ്രാമത്തിൽ ഒരു ചെറിയ പള്ളിയുണ്ട്. അവിടെ ഫാദർ ജോൺ എന്ന വൈദികനാണ് കുട്ടികളെ ബൈബിൾ പഠിപ്പിക്കുന്നത്. എല്ലാവരും ഫാദർ ജോണിനെ ഒരു നല്ല മനുഷ്യനായി കരുതുന്നു. മേരിയും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. അതുകൊണ്ട് അവൾ എല്ലാ ദിവസവും അന്നയെ പള്ളിയിലേക്ക് അയക്കാൻ തുടങ്ങി. നിനക്ക് ബൈബിൾ പഠിക്കണം മോളെ, ദൈവത്തിന്റെ വഴിയിൽ നടക്കണം എന്ന് മേരി പറയും. പക്ഷേ ഒരു കാര്യം മേരി അറിഞ്ഞിരുന്നില്ല. ഫാദർ ജോൺ ഒരു നല്ല മനുഷ്യനല്ല. അവൻ പള്ളിയിൽ വരുന്ന കുട്ടികളോട്, പ്രത്യേകിച്ച് അന്നയോട് മോശമായി പെരുമാറാൻ തുടങ്ങി. അന്നയ്ക്ക് ഭയമായിരുന്നു. അവൾ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മേ, ഫാദർ ജോൺ എന്നെ തൊടുന്നു. എനിക്ക് പേടിയാണ്, ഞാൻ പള്ളിയിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. മേരിക്ക് ദേഷ്യം വന്നു. എന്താ ഈ പറയുന്നത് അന്ന? ഫാദർ ജോൺ ഒരു വൈദികനാണ്. അവൻ നിന്നെ ബൈബിൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. നിനക്ക് പഠിക്കാൻ മടിയാണോ? മേരി അന്നയെ വഴക്കു പറഞ്ഞു. അവൾക്ക് തോന്നി അന്ന പഠിക്കാൻ മടി കാണിക്കാൻ കള്ളം പറയുകയാണ്. പക്ഷേ സത്യം വേറെയായിരുന്നു. മേരി ദിവസവും കഠിനമായി ജോലി ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ വീടുകളിൽ പാത്രം കഴുകി വൃത്തിയാക്കി അവൾ ജീവിക്കുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അവൾക്ക് ക്ഷീണമാണ്. അതുകൊണ്ട് അന്നയോട് കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടാറില്ല. നിന്റെ പഠനം ശരിയാകണം അന്ന. നാളെ രാവിലെ പള്ളിയിൽ പോകാൻ മറക്കരുത് എന്ന് പറഞ്ഞ് അവൾ അന്നയെ ഉറങ്ങാൻ പറഞ്ഞയക്കും. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ അന്ന എഴുന്നേറ്റപ്പോൾ അവളുടെ മുഖത്ത് വലിയ ഭയമുണ്ടായിരുന്നു. അമ്മേ, ഞാൻ പള്ളിയിൽ പോകുന്നില്ല എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മേരി ഞെട്ടി. എന്താ മോളെ, ബൈബിൾ പഠിക്കുന്നത് നിന്റെ ഭാവിക്ക് നല്ലതല്ലേ? നീ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു. അന്ന കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫാദർ ജോൺ നല്ല മനുഷ്യനല്ല, എനിക്ക് പേടിയാണ്. മേരിക്ക് ദേഷ്യം വന്നു. നിന്റെ ഈ കള്ളം പറച്ചിൽ ഞാൻ സഹിക്കില്ല. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് നിന്റെ നല്ല ഭാവിക്കല്ലേ? വാ, പള്ളിയിലേക്ക് പോകാം എന്നു പറഞ്ഞ് മേരി അന്നയുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് നടന്നു. വഴിയിൽ അന്ന കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മേ, ഫാദർ ജോൺ മോശമാണ് എന്ന് അവൾ വീണ്ടും പറഞ്ഞു. പക്ഷേ മേരി കേട്ടില്ല. നിന്റെ ഈ പരാതികൾ ഫാദർ കേട്ടാൽ എന്നേക്കാൾ കഷ്ടപ്പെടേണ്ടിവരും നിനക്ക് എന്ന് മേരി കർക്കശമായി പറഞ്ഞു. പള്ളിയിലെത്തിയപ്പോൾ ഫാദർ ജോൺ അവിടെയുണ്ടായിരുന്നു. അന്നയെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ വിചിത്രമായി തിളങ്ങി. അന്നയുടെ മുഖം ഭയം കൊണ്ട് വിളറി. മേരി ഫാദറിനോട് പറഞ്ഞു, ഫാദർ, എന്റെ മകൾ പഠിക്കാൻ മടി കാണിക്കുന്നു. അവൾക്ക് ബൈബിളിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊടുക്കണം. ഫാദർ ജോൺ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിക്കേണ്ട മേരി, ഞാനിന്ന് കുട്ടികളെ പഠിപ്പിച്ച ശേഷം അന്നയോട് പ്രത്യേകം സംസാരിക്കാം. ബൈബിൾ പഠിക്കുന്നതിന്റെ നന്മ അവൾ മനസ്സിലാക്കും. അന്നയുടെ മുഖം പേടികൊണ്ട് മഞ്ഞളിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ മേരി അത് ശ്രദ്ധിച്ചില്ല. അവൾ അന്നയെ ഫാദറിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ജോലിക്ക് പോകാൻ തിരിഞ്ഞു. നിന്റെ പഠനം ശരിയാകണം മോളെ എന്നു പറഞ്ഞ് അവൾ നടന്നകന്നു. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ അന്നയിലൊരു മാറ്റം കണ്ടു തുടങ്ങി. അവൾ മുമ്പത്തെ പോലെ സന്തോഷവതിയല്ല. എപ്പോഴും മിണ്ടാതെ ഭയപ്പെട്ടിരിക്കും. ചെറിയ ശബ്ദം കേട്ടാൽ പോലും അവൾ ഞെട്ടും. രാത്രി ഉറങ്ങുമ്പോൾ അവൾ പിറുപിറുക്കും, ഫാദർ, ദയവു ചെയ്ത് എന്നെ വിടൂ. മേരി അത് കേട്ടപ്പോൾ അവളെ ആശ്വസിപ്പിക്കും. മോളെ, ഫാദർ ഒരുപക്ഷെ കർക്കശമായി പഠിപ്പിക്കുന്നതാകും. പഠനത്തിന്റെ വഴിയിൽ അങ്ങനെ ചിലപ്പോൾ സഹിക്കേണ്ടിവരും എന്നു പറയും. പക്ഷേ മേരിക്ക് യഥാർത്ഥ സത്യം അറിയില്ലായിരുന്നു. അന്നയുടെ ഭയം കൂടിക്കൂടി വന്നു. പള്ളിയിൽ നിന്ന് തിരിച്ചുവരുമ്പോൾ അവൾ നേരെ മുറിയിൽ പോയി വാതിലടച്ച് കരയും. മേരി ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അവൾക്ക് തോന്നി ഫാദർ കർക്കശമായി പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അന്ന അസ്വസ്ഥയാകുന്നത്. ദൈവമേ, എന്റെ മകളുടെ ഹൃദയത്തിൽ ബൈബിളിനോടുള്ള സ്നേഹം വളർത്തണേ എന്ന് മേരി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഒരു ദിവസം അന്ന പതിവ് പോലെ പള്ളിയിൽ നിന്ന് തിരിച്ചെത്തിയില്ല. മേരിക്ക് ആദ്യം വലിയ കുഴപ്പം തോന്നിയില്ല. ഒരുപക്ഷേ ഫാദർ അവളെ അധികനേരം പഠിപ്പിക്കുന്നതാകും എന്ന് അവൾ വിചാരിച്ചു. പക്ഷേ സന്ധ്യയായിട്ടും അന്ന വന്നില്ല. മേരിക്ക് പേടി തോന്നി. അവൾ പള്ളിയിലേക്ക് ഓട്ടി. അവിടെ എത്തിയപ്പോൾ പള്ളിയുടെ വാതിൽ പൂട്ടുകയായിരുന്ന ഒരു മനുഷ്യനെ കണ്ടു. എന്റെ മകൾ അന്ന ഇവിടെയുണ്ടോ? അവൾ വീട്ടിലെത്തിയില്ല എന്ന് മേരി ചോദിച്ചു. ആ മനുഷ്യന്റെ മുഖം വിളറി. നിന്റെ മകൾ, അവൾ പള്ളിയിൽ നിന്ന് പോയതായാണ് ഞാൻ കണ്ടത്
എന്ന് അവൻ വിക്കി വിക്കി പറഞ്ഞു. മേരിയുടെ ഹൃദയം നിന്നു. അവൾ എപ്പോഴും സമയത്തിന് വീട്ടിലെത്തും. എവിടെ പോയി എന്റെ മകൾ എന്ന് അവൾ നിലവിളിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഒരു പക്ഷേ ഞാൻ തെറ്റിക്കണ്ടതാകും. ഫാദർ ജോൺ എപ്പോഴും കുട്ടികളെ അധികനേരം പഠിപ്പിക്കാറുണ്ട്. നീ ഫാദറിനോട് ചോദിച്ചു നോക്ക്. മേരി പള്ളിയിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ ആ മനുഷ്യന്റെ മുഖത്തെ ഭയം അവളെ അസ്വസ്ഥയാക്കി. അവൾ ഫാദർ ജോണിന്റെ വീട്ടിലേക്ക് ഓടി. അവിടെ എത്തിയപ്പോൾ ഫാദറിന്റെ ഭാര്യ പറഞ്ഞു, ഫാദർ ഇവിടെയില്ല. അവൻ കുട്ടികളെ പഠിപ്പിക്കാൻ പോയതാണ്. പിന്നെ ഗ്രാമത്തിലെ മറ്റൊരു വൈദികന്റെ അടുത്തേക്കും പോകാറുണ്ട്. മേരിയുടെ ഹൃദയം തകർന്നു. അവൾ വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയപ്പോൾ അവൾ കണ്ട കാഴ്ച അവളെ തളർത്തി. അന്ന ബോധമില്ലാതെ കട്ടിലിൽ കിടക്കുന്നു. അവളുടെ മുഖം വിളറിയിരിക്കുന്നു. ശരീരം ദുർബലമാണ്. കൈകളിലും കഴുത്തിലും മുറിവുകളുണ്ട്. മുടിയിൽ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്നു. എന്റെ മോളെ എന്ന് നിലവിളിച്ച് മേരി അന്നയെ കെട്ടിപ്പിടിച്ചു. ആര് ചെയ്തു ഇത്? എന്റെ മകളെ ആര് കൊന്നു? അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു. ഫാദർ എന്ന് അവൾ പതിയെ പറഞ്ഞു. അതോടെ അവളുടെ ശ്വാസം നിന്നു. മേരിയുടെ ലോകം ഇരുണ്ടു. എന്റെ മോളെ കണ്ണു തുറക്ക് എന്ന് അവൾ നിലവിളിച്ചു. പക്ഷേ അന്ന അവളുടെ കൈകളിൽ മരിച്ചു. ഗ്രാമം മുഴുവൻ ദുഃഖത്തിൽ മുങ്ങി. മേരിയുടെ നിലവിളി എല്ലായിടത്തും മുഴങ്ങി. ഗ്രാമത്തിലെ ആളുകൾ കൂടി. എല്ലാവരും ഞെട്ടിയിരിക്കുന്നു. ഒരു പാവം കുട്ടി ബൈബിൾ പഠിക്കാൻ പള്ളിയിൽ പോയവൾ ഇപ്പോൾ മരിച്ചു കിടക്കുന്നു. മേരി ഉറക്കെ പറഞ്ഞു, ഞാൻ അറിയാം ആര് ചെയ്തതെന്ന്. ഫാദർ ജോൺ. അവനൊരു മനുഷ്യനല്ല, ഒരു രാക്ഷസനാണ്. ആളുകൾ ഞെട്ടി. ചിലർ പറഞ്ഞു, ഫാദർ ജോൺ അവനൊരു വൈദികനാണ്, അങ്ങനെ ചെയ്യുമോ? മറ്റു ചിലർ മേരിയോട് പറഞ്ഞു, നിന്റെ ദുഃഖം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഫാദർ ജോണിനെ കുറ്റം പറയുന്നത് ശരിയല്ല. ഒരു സ്ത്രീ പറഞ്ഞു, എന്റെ മകളും ഫാദറിന്റെ കീഴിൽ ബൈബിൾ പഠിക്കുന്നു. ഇതുപോലെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. മേരി കരഞ്ഞു. എന്റെ മകൾ മരിക്കുമ്പോൾ അവന്റെ പേര് പറഞ്ഞു. ഇത് സത്യമല്ലേ? പക്ഷേ ആരും അവളെ വിശ്വസിച്ചില്ല. ഫാദർ ജോൺ പള്ളിയിൽ വന്നു. അവൻ പറഞ്ഞു, ഞാൻ അന്നയെ എന്റെ മകളെപ്പോലെ കണ്ടു. എനിക്കെതിരെ ഇങ്ങനെയൊരു ആരോപണം വരുമെന്ന് ഞാൻ കരുതിയില്ല. അവന്റെ വാക്കുകൾ കേട്ട് ആളുകൾ മേരിയെ തെറ്റിദ്ധരിച്ചു. മേരി തനിച്ചായി. അവൾ ഗ്രാമത്തിലെ മുതിർന്ന വൈദികന്റെ അടുത്തുപോയി. എന്റെ മകൾക്ക് നീതി വേണം എന്ന് അവൾ കരഞ്ഞു. വൈദികൻ പറഞ്ഞു, ഇത് എന്റെ കയ്യിലില്ല. നിനക്ക് കോടതിയിൽ പോകണം. മേരി ഭയന്നു. എനിക്ക് ആരുമില്ല. ദൈവത്തിന്റെ നാമത്തിൽ എന്നെ സഹായിക്കൂ എന്ന് അവൾ കെഞ്ചി. വൈദികൻ ഒരു കോടതിയുടെ വിലാസം കൊടുത്തു. മേരി കോടതിയിൽ പോയി. പക്ഷേ ഓരോ തവണയും കേസ് മാറ്റിവെക്കുകയാണ്. ജഡ്ജി ഫാദർ ജോണിന്റെ ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നുണ്ടായിരുന്നു. മേരി തന്റെ എല്ലാം വീട്, ആഭരണങ്ങൾ വിറ്റു. പക്ഷേ നീതി കിട്ടിയില്ല. അവൾ എല്ലാ രാത്രിയും കരഞ്ഞു. ദൈവമേ, ഞാൻ എന്റെ മകളുടെ ഭയം മനസ്സിലാക്കിയില്ല. എനിക്ക് ബുദ്ധി തന്നിരുന്നെങ്കിൽ എന്ന് അവൾ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ജഡ്ജി മേരിയോട് പറഞ്ഞു, നിന്റെ കേസിന് നീതി കിട്ടും. പക്ഷെ കുറച്ച് പണം കൂടി വേണം. മേരിക്ക് ഒന്നും ബാക്കിയില്ല. അവൾ വീട് വിറ്റ് ആ പണം ജഡ്ജിക്ക് കൊടുത്തു. നിന്റെ കേസിന്റെ വിധി നാളെ വരും എന്ന് ജഡ്ജി പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം ജഡ്ജി പോയിരുന്നു. അവൻ അവധിക്ക് പോയി. 2 മാസം കഴിഞ്ഞേ വരൂ എന്ന് ഗാർഡ് പറഞ്ഞു. മേരി ഞെട്ടി. അവൾ ഗ്രാമത്തിലെ ഒരു പ്രമാണിയുടെ അടുത്തുപോയി. അവൻ പറഞ്ഞു, നിന്റെ കേസ് നീ തന്നെ പിൻവലിച്ചതാണ്. ഇതാ നിന്റെ ഒപ്പുള്ള കടലാസ്. മേരി നിലവിളിച്ചു, ഞാനിതിൽ ഒപ്പിട്ടിട്ടില്ല, ഇത് കള്ളമാണ്. പക്ഷേ ആരും അവളെ വിശ്വസിച്ചില്ല. മേരി തകർന്നു. അവൾ ഫാദർ ജോണിന്റെ വീട്ടിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. നീ എന്റെ മകളെ കൊന്നു എന്ന് അവൾ നിലവിളിച്ചു. ഫാദർ ജോൺ അവളെ പരിഹസിച്ചു. മേരി ഒരു കത്തിയെടുത്തു. പക്ഷെ ഫാദർ ജോൺ അവളെ ക്രൂരമായി മർദ്ദിച്ചു. അവൻ അന്നയോട് ചെയ്ത അതേ ക്രൂരത മേരിയോടും ചെയ്തു. പിന്നെ അവളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. മേരി ബോധം വീണ്ടെടുത്തപ്പോൾ അവളുടെ മനസ്സ് തകർന്നിരുന്നു. അവൾ തെരുവിലലഞ്ഞു. എന്റെ മകൾക്ക് നീതി വേണം എന്ന് അവൾ നിലവിളിച്ചു. ആദ്യം ചിലർ അവളോട് സഹതാപം കാണിച്ചു. പക്ഷേ പിന്നീട് ആളുകൾ അവളെ ശകാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം മേരിയെ തെരുവിൽ ചവറുകൂമ്പാരത്തിന് മുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിലർ അവളെ ദയ തോന്നി ശവസംസ്കാരം ചെയ്തു. കഥ ഇവിടെ തീർന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ അങ്ങനെയല്ല, അല്ലേ? ഒരു ദിവസം ഗ്രാമത്തിൽ വലിയ ഒരു ഭൂകമ്പം വന്നു. ഫാദർ ജോണിന്റെ വീട് ഭൂമി വിഴുങ്ങി. അവന്റെ ഭാര്യ നിലവിളിച്ചു. ആളുകൾ ഓടിക്കൂടി. ഫാദർ ജോണിന്റെ ശരീരം ഭൂമിക്കടിയിൽ പോയി. അവന്റെ മുഖം ഒരു രാക്ഷസനെപ്പോലെ മാറിയിരുന്നു. ഇത് ദൈവത്തിന്റെ ശിക്ഷയാണ് എന്ന് ഗ്രാമത്തിലെ മുതിർന്നവർ പറഞ്ഞു.
ആളുകൾ ഞെട്ടി. മേരി പറഞ്ഞത് സത്യമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോൾ വൈകിപ്പോയിരുന്നു. ഇവിടെ ഒരു കൊച്ചുപയ്യൻ കടന്നുവരുന്നു. അവന്റെ പേര് ജോസഫ്. 10 വയസ്സുള്ള ഒരു ധീരനായ കുട്ടി. അവന് അന്നയുടെ കഥയറിയാം. ഒരു രാത്രി പഴയ പള്ളിയിൽ നിന്ന് കരച്ചിൽ കേട്ടു. ജോസഫ് ധൈര്യം സംഭരിച്ച് അവിടെ പോയി. അവിടെ അന്നയുടെ ആത്മാവിനെപ്പോലെ ഒരു രൂപം അവൻ കണ്ടു. എന്റെ സത്യം ആരും അറിഞ്ഞില്ല. എന്റെ ശവകുടീരത്തിൽ എന്റെ പേരുപോലും എഴുതിയിട്ടില്ല എന്നതു പറഞ്ഞു. ജോസഫ് ഞെട്ടി. അവൻ തീരുമാനിച്ചു, ഞാൻ അന്നയ്ക്ക് നീതി നേടിക്കൊടുക്കും. അവൻ ഗ്രാമത്തിലെ ഒരു വൃദ്ധനായ വൈദികനെ, ഫാദർ പീറ്ററിനെ സമീപിച്ചു. ഫാദർ പീറ്റർ പറഞ്ഞു, ഞാൻ അന്നയുടെ മരണത്തിന്റെ സത്യം അറിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പേടിച്ചു മിണ്ടാതിരുന്നു. എന്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. അതിൽ ഫാദർ ജോണിന്റെയും മറ്റു പ്രമാണികളുടെയും അഴിമതിയുടെ തെളിവുകളുണ്ട്. ജോസഫും ഫാദർ പീറ്ററും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി. ഒരു ഞായറാഴ്ച പുതിയ പള്ളിയിൽ ഒരു പുതിയ വൈദികൻ ഫാദർ മാത്യു പ്രസംഗിക്കാൻ വന്നു. അവൻ ഉറക്കെ പറഞ്ഞു, ഇന്ന് ഞാൻ സത്യത്തെക്കുറിച്ച് സംസാരിക്കും. അന്ന എന്ന കുട്ടിയുടെ രക്തം ഈ ഗ്രാമത്തിൽ നിലവിളിക്കുന്നു. അവൻ ഫാദർ പീറ്ററിന്റെ പുസ്തകത്തിലെ തെളിവുകൾ ഉയർത്തിക്കാട്ടി. ഗ്രാമത്തിലെ ആളുകൾ ഞെട്ടി. ജോസഫും ഫാദർ പീറ്ററും മുന്നോട്ടു വന്നു. ഇതാണ് സത്യം. ഫാദർ ജോൺ ഒരു കുറ്റവാളിയാണ് എന്നവർ പറഞ്ഞു. ആളുകൾ ദേഷ്യപ്പെട്ടു. അവർ ഫാദർ ജോണിന്റെ സുഹൃത്തുക്കളായ ജഡ്ജിയെയും മറ്റു പ്രമാണികളെയും പുറത്താക്കാൻ തീരുമാനിച്ചു. ജോസഫിന്റെ ധൈര്യം ഗ്രാമത്തെ മാറ്റി. പഴയ പള്ളി അടച്ചു. അവിടെ ഒരു സ്മാരകമുണ്ടാക്കി. ഇവിടെ ഞങ്ങൾ നിശബ്ദരായിരുന്നു. പക്ഷേ ദൈവം സംസാരിച്ചു എന്നതിലെഴുതി. ഗ്രാമത്തിൽ ഒരു പുതിയ സ്കൂൾ തുറന്നു, അന്നയുടെ സ്കൂൾ ഫോർ ജസ്റ്റിസ്. ജോസഫ് വളർന്നപ്പോൾ അവൻ ഒരു നേതാവായി. അവൻ എല്ലായിടത്തും പറഞ്ഞു, ഓരോ കുട്ടിയുടെയും ശബ്ദം കേൾക്കൂ. അവർ ഭയപ്പെടുമ്പോൾ അവരെ വിശ്വസിക്കൂ. പക്ഷേ ജോസഫിന്റെ പോരാട്ടം അവിടെ അവസാനിച്ചില്ല. ഒരു ദിവസം ഒരു അജ്ഞാതൻ അവനൊരു കവർ കൊടുത്തു. അതിൽ കൂടുതൽ വലിയ അഴിമതിയുടെ തെളിവുകളുണ്ടായിരുന്നു. ഇത് തുറന്നാൽ പിന്നെ തിരിച്ചുപോക്കില്ല എന്നവൻ പറഞ്ഞു. ജോസഫ് ഒരു സുഹൃത്തിനെ വിളിച്ചു. മാത്യു ഒരു പത്രപ്രവർത്തകൻ. നമുക്ക് തുടരാം. അന്നയുടെ പേര് ഒരു തുടക്കം മാത്രമാണ് എന്ന് ജോസഫ് പറഞ്ഞു. നമുക്കീ കഥ ഇവിടെ നിർത്താം, അല്ലേ? പക്ഷേ ഒരു കാര്യം ഓർക്കണം, അന്നയെപ്പോലുള്ള കുട്ടികളുടെ ശബ്ദം എപ്പോഴും കേൾക്കണം. ജോസഫിനെപ്പോലെ.